ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റോയിനോടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 15 PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള PSC ബുള്ളറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ടോപ്പിക്കുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. നമുക്കിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് പുതുതായിട്ട് നിയമിതമായിട്ടുള്ള പുതിയ ഗവർണേഴ്സും അവരുടെ സംസ്ഥാനങ്ങളുമാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് അവരുടെ പേരുകളും അവർ ഏതൊക്കെ സംസ്ഥാനത്താണ് നിയമിതമായിട്ടുള്ളത് എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ RN രവിയാണ്. ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാളിലുള്ള ഗവർണറാണ്. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. മുന്നേ ഗവർണർ ആയിട്ടുള്ള ഡോക്ടർ ആനന്ദ ബോസ് രാജിവെച്ച സ്ഥാനത്തേക്കാണ് ആര് കടന്നു വന്നത്? ഡോക്ടർ RN രവി കടന്നു വന്നത്. ആരാണ് രാജിവെച്ചത്? ഡോക്ടർ ആനന്ദ ബോസ്. ഡോക്ടർ ആനന്ദ ബോസ് രാജിവെച്ച സ്ഥാനത്തേക്കാണ് ആര് വന്നത്? ഡോക്ടർ RN രവി പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിട്ട് വന്നത്. അടുത്തത് ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അദ ഹസൈന. എവിടെയാണ്? ബീഹാറിന്റെ ഗവർണറാണ്. എവിടെയാണ്? ബീഹാറിന്റെ. ശിവപ്രതാപ് ശുക്ല തെലുങ്കാനയുടെ ഗവർണറാണ്. തെലുങ്കാനയുടെ ഗവർണറാണ് ആര്? ശിവപ്രതാപ് ശുക്ല. ജിഷ്ണുദേവ് വർമ്മ എവിടെയാണ്? മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ടാണ് ജിഷ്ണുദേവ് വർമ്മ നിയമിതമായിട്ടുള്ളത്. നാഗാലാൻഡിന്റെ ഗവർണർ ആരാണ്? നന്ദകിഷോർ യാദവ് ആണ്. നാഗാലാൻഡ് ഓക്കെ, പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ. നാഗാലാൻഡിന്റെ ഗവർണർ ആരാണ്? നന്ദകിഷോർ യാദവ്. കവീന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശിന്റെ ഗവർണറാണ്. കവീന്ദർ ഗുപ്ത എവിടെയുള്ളതാണ്? ഹിമാചൽ പ്രദേശിന്റെ ഗവർണറാണ്. ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്ലേന എവിടെയുള്ളതാണ്? ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടാണ് നിയമിതമായിട്ടുള്ളത്. ഡൽഹിയിലുള്ള ലഫ്റ്റനന്റ് ഗവർണർ നിയമിതമായത് ആരാണ്? തരൺജിത്ത് സിംഗ് സന്ധു. ഓക്കെ, ആരാണ്? തരൺജിത്ത് സിംഗ് സന്ധു. ഓക്കെ, അപ്പൊ ഇത്രയും ഗവർണേഴ്സിന്റെ പേരും അവർ ഏത് സംസ്ഥാനമുള്ളതാണെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. PSC മുൻ വർഷങ്ങളിൽ ഇതിന് ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതമായത് ആരാണ്? KG സനൽകുമാറാണ്. KG സനൽകുമാറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതമായത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനിഷ് കുമാറാണ്. ആരാണ്? ഗ്യാനിഷ് കുമാർ. നമ്മൾ ഗ്യാനിഷ് കുമാറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സനൽകുമാർ. ഗ്യാനിഷ് കുമാർ ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാണ്? ജമ്മു കാശ്മീർ ടീമാണ്. ഇതിന്റെ ക്യാപ്റ്റൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ആരാണ് ഇതിന്റെ ക്യാപ്റ്റൻ? പരസ് ദോഗ്ര. ആരാണ്? പരസ് ദോഗ്ര. ഓക്കെ, 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ ടീമാണ്. ജമ്മു കാശ്മീർ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? പരസ് ദോഗ്ര. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണെന്ന് അറിയാമോ? പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഓഖിബ് നബിയാണേ. ഓഖിബ് നബി. ക്യാപ്റ്റൻ പരസ് ദോഗ്രയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്? ഓഖിബ് നബിയാണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം, കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിതനായത് ഷാജി രാഘവനാണ്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിതനായത് ഷാജി രാഘവനാണ്. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണ്? ത്രിപുരയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നവേഷൻ മിഷൻ എന്തിന് കീഴിലുള്ള? നീതി ആയോഗിന്റെ കീഴിലുള്ള. എവിടെയാണ് സ്ഥാപിതമായത്? ത്രിപുരയിലാണ്. നീതി ആയോഗിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടെ ഉണ്ട്. നീതി ആയോഗിന്റെ ഇടകാല CEO ആയിട്ട് നിയമിതനായത് ആരാണ്? നിധി ചിബർ ആണ്. നിധി ചിബർ പുള്ളിക്കാരെയാണ് നീതി ആയോഗിന്റെ ഇടകാല CEO ആയിട്ട് നിയമിതയായത്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? സുമൻ ബെറി. ആരാണ്? സുമൻ ബെറി. സുമൻ ബെറി അല്ലേ? മുന്നേ PSCയുടെ ഒരു ചോദ്യമായിരുന്നു. എന്താണ്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന്. ആരാണ്? സുമൻ ബെറിയാണ്. അതേപോലെ ഇടകാല CEO ആരാണ്? നിധി ചിബർ. ഓക്കെ, 2026 2026 മാർച്ചിൽ പ്രതിരോധം, ഊർജം, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. ഒന്നുകൂടെ വായിച്ചു തരാം. 2026 മാർച്ചിൽ പ്രതിരോധം, ഊർജം, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. കാനഡയിലുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്? മാർക്ക് കർണിയാണ്. മാർക്ക്
കർണി. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? വടകരയാണ്. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? വടകരയാണ്. അടുത്ത ചോദ്യം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ്? മേതിൽ രാധാകൃഷ്ണൻ. പുള്ളിക്കാരന്റെ കുറച്ച് കൃതികൾ കൂടെ, പ്രധാനപ്പെട്ട കൃതികൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. സൂര്യവംശം, പെൻഗിൻ, സംഗീതം ഒരു സമയകലയാണ്, മേതിൽ കഥകൾ, മേതിൽ കവിതകൾ. ഇത്രയും കൃതികൾ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം. 2026 മാർച്ചിൽ കുസേറ്റ് ഗവേഷകർ കൊച്ചിക്കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ ഇനമേതാണ്? ആൽഫിയസ് മധുസൂദനൈ. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? 2026 മാർച്ചിൽ കുസേറ്റ് ഗവേഷകർ കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ ഇനമേതാണ്? ആൽഫിയസ് മധുസൂദനൈ. പഠിച്ചു വെച്ചിരിക്കണേ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ്? അബുരാജാണ്. അപ്പൊ മൗണ്ട് അബുവിന്റെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? അബുരാജാണ്. ഓക്കെ, രാജസ്ഥാനിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ അബുരാജ് എന്ന് പറയുന്നത്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആരവല്ലി റേഞ്ചസിലാണ് ആര് ലൊക്കേറ്റ് ചെയ്യുന്നത്? അബുരാജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് 2026 മാർച്ചിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. 2026 മാർച്ചിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടെ ഉണ്ട്. ഇതിന്റെ ഭാഗ്യചിഹ്നം കൂടെ അറിഞ്ഞിരിക്കുക. എന്താണ്? മോർവീരാണ്. മോർവീർ. ഓക്കെ, ഇതിന്റെ ഭാഗ്യചിഹ്നമാണ് മോർവീർ. ഓക്കെ, കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയത് ഏതാണ്? ചിലിയാണ്. ആദ്യത്തെ ഏതായിരുന്നു? ജോർദൻ. ഓക്കെ, ജോർദൻ. അടുത്ത ചോദ്യം. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 പ്രകാരം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചൽ തോട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത റോബോട്ടിക് സംവിധാനം എന്താണ്? ജി സ്പൈഡർ ആണ്. ഓക്കെ, സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 പ്രകാരം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചൽ തോട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത റോബോട്ടിക് സംവിധാനം ഏതാണ്? ജി സ്പൈഡർ ആണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ, അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 18 പ്രധാന സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15 ആണ്. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 18 സംസ്ഥാനങ്ങളുടെ 18 പ്രധാന സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15 ആണ്. ഇതിന്റെ 1ഉം 2ഉം സ്ഥാനങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഒഡീഷയാണ്. അടുത്ത ചോദ്യം. അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും ആൺ പെൺ ശരീര ലക്ഷണമുള്ള അപൂർവ പ്രതിഭാസമുള്ള ഏത് ജീവിവർഗത്തെയാണ് കണ്ടെത്തിയത്? ഞണ്ടാണ്. വേലക്കാർൽ ഇനത്തിലുള്ളതാണ് ഈ ഞണ്ട്. അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും ആൺ പെൺ ശരീര ലക്ഷണമുള്ള അപൂർവ പ്രതിഭാസമുള്ള ഏത് ജീവിവർഗത്തെയാണ് കണ്ടെത്തിയത്? ഞണ്ടാണ്. ഇനി ഇതിൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുന്ന ജീവശാസ്ത്ര പ്രതിഭാസം അറിയപ്പെടുന്ന എന്താ? ഗൈനാൻഡ്രോമോർഫിസം. എന്താണ്? ഗൈനാൻഡ്രോമോർഫിസം. നോട്ട് ചെയ്ത് വെക്കണേ. എന്തായിരുന്നു? ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണിക്കുന്ന ജീവശാസ്ത്ര പ്രതിഭാസം അറിയപ്പെടുന്ന എന്താ? ഗൈനാൻഡ്രോമോർഫിസം. ഓക്കെ, അടുത്ത ചോദ്യം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മുജ്തബ ഖാംനയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മുജ്തബ ഖാംനയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാംനയുടെ രണ്ടാമത്തെ പുത്രനാണ് ആര്? മുജ്തബ ഖാംനെ എന്ന് പറഞ്ഞ. ആയത്തുള്ള അലി ഖാംനെ എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്? ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ. എവിടെയാണ്? ടെഹ്റാൻ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചിട്ടാണ് ആര് മരണപ്പെട്ടത്? ആയത്തുള്ള അലി ഖമനി മരണപ്പെട്ടത്. പുള്ളിക്കാരന്റെ രണ്ടാമത്തെ പുത്രനായ മുജ്തബ ഖാംനയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് എന്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിയ കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തത്, ഇറാനെതിരെ
അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആര് മരണപ്പെട്ടത്? ആയത്തുള്ള അലി ഖമനി എന്ത് ചെയ്ത് മരണപ്പെട്ടത്. ഓക്കെ, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഓക്കെ, അടുത്തത് USA-യും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം എന്നാണ്. ഈ വാക്കില്ല കേട്ടോ, ഗർജിക്കുന്ന സിംഹം. എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഓപ്പറേഷൻ ലയൺസ് റോർ അല്ലെങ്കിൽ റോറിംഗ് ലയൺ. ഓക്കെ, ഈ 2 പോയിന്റ്, 2 അല്ല 3 പോയിന്റ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അടുത്തത് ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ. എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ. ആർക്കെതിരെ? ഇറാൻ നടത്തിയതാണ്. ആർക്കെതിരെ നടത്തിയത്? ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാന്റെ സൈനിക നടപടിയാണ് എന്തറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ എന്ന്. ഓക്കെ, അടുത്തത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാത ഏതാണ്? ഹോർമുസ് കടലിടുക്ക്. അല്ലെ, ന്യൂസിലൊക്കെ ഒരുപാട് ചർച്ചയായ കടലിടുക്കാണ് ഏത്? ഹോർമുസ് കടലിടുക്ക്. ഏതിനെയാണ് ബന്ധിപ്പിക്കുന്നത്? പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ഫിലിം സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ഫിലിം സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്ത 2 ചോദ്യങ്ങൾ വെച്ചിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. നമുക്കത് ഒരുമിച്ച് തന്നെ പഠിക്കാം. 2026 മാർച്ചിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇവിടെ പറയുമ്പോൾ 2026 മാർച്ചിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. തെറ്റിപ്പോവരുത്. 2026 മാർച്ചിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ്. 2026 മാർച്ചിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? കുറച്ച് പദ്ധതികളൂടെ നോക്കാണ്ടേ. അതിൽ ആദ്യത്തത് പ്രവാസികൾക്ക് 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി ഏതാണ്? നോർക്ക കെയർ പ്ലസ് ആണ്. എന്തായിരുന്നു നോർക്ക കെയർ പ്ലസ്? എന്താണ്? പ്രവാസികൾക്ക് 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ്. ഓക്കെ, കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി. ഓക്കെ, അപ്പം ദൃഷ്ടി എന്തായിരുന്നു? കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ദൃഷ്ടിയാണ്. അടുത്തത് വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ചുവട് 2026. അപ്പൊ ചുവട് 2026 എന്തായിരുന്നു? വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ചുവട് 2026. ഓക്കെ, അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? കെയർ ആണ്. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? കെയർ ആണ്. ഇനി ലാസ്റ്റ് ചോദ്യം, കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം. ഓക്കെ, എന്തായിരുന്നു? കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം. ഓക്കെ, ഈ പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കുക. മുൻ വർഷങ്ങളിൽ PSC പദ്ധതികൾ എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിക്ക് തന്നെ ഈ പദ്ധതികൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC ബുള്ളറ്റിലുള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഊർജ്ജസ്വലതയോടെ എന്ത് ചെയ്യുക? നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മുന്നോട്ട് വെച്ച കാലം എന്ത് ചെയ്യുക? മുന്നോട്ട് തന്നെ വയ്ക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.